അപ്പം ഞാൻ പിൽക്കാലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറ്റവും ആദ്യം എൻ്റെ അടുത്ത് വന്നത് ഒരു ഇതിൽ പറഞ്ഞത് ആദ്യം എൻ്റെ അടുത്ത് വന്നത് നീയാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം വന്നതും ആദ്യം ഞാൻ മീറ്റ് ചെയ്തതായ കൂട്ടുകാരന് അച്ചുവാണ്. അതായത് അച്ചു, മഞ്ചേരി അച്ചു. അപ്പം അച്ചുവിനെ എനിക്ക് എങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, അച്ചു എൻ്റെ കസിനാണ്. അതായത് നമ്മൾ ചെറുപ്പം തൊട്ടേ കുടുംബമുണ്ട്, ഞാനും അച്ചും കുടുംബമുണ്ട്. അപ്പോൾ ഞാൻ അച്ചുവിനെ കണ്ടുമുട്ടി എങ്ങനെയാ വെച്ചാൽ, ഞാൻ അച്ചുവിൻ്റെ അമ്മമ്മൻ്റെ, അതായത് എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലേക്ക് അച്ചു വിരുന്ന് വരാറുണ്ട്. അപ്പോൾ വിരുന്ന് വരുമ്പം അച്ചു എപ്പോഴും ഒരു തത്തമ്മ ചുണ്ടും, ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, ഒരു തത്തമ്മൻ്റെ കളർ ചുണ്ടും മുടിയൊക്കെ ഇങ്ങോട്ട് വാരി വെതറിയിട്ട്, അച്ചുവിന് ഇപ്പോഴത്തെക്കാട്ടിലും മുടി ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് രണ്ട് സൈഡും ഇങ്ങനെ ഇട്ടിട്ടോ എന്തായാലും നല്ല മുടിയുള്ള ചെക്കനാണ്. എന്നിട്ടൊരു സ്കേറ്റിങ്ങിൻ്റെ ബോർഡ് ഉണ്ട് അച്ചുവിൻ്റെ അടുത്ത്. ആ സ്കേറ്റിംഗ് ബോർഡും അങ്ങനെ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ലൈറ്റ് കത്തുന്ന ഷൂ. അച്ചു ഒരു പ്രൗഢഗംഭീരമായ എൻട്രിയാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുട്ടിക്കാല ലൈഫിലേക്ക് തന്നത്. അച്ചുവിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ നൂഡിൽസ് മാത്രം കഴിക്കുക, അതുപോലെ എന്തെങ്കിലും അച്ചുവിൻ്റെ ഞാൻ കണ്ട പ്രത്യേകത അത്. അപ്പം അച്ചുവിൻ്റെ ഞാൻ കണ്ട പ്രത്യേകത എന്താ വെച്ചാൽ, പ്രൗഢഗംഭീരമായ എൻട്രി ആയിരുന്നു എൻ്റെ കുട്ടിക്കാല ജീവിതത്തിലേക്ക് അച്ചു അടിച്ച് കയറി എന്നുള്ള രൂപത്തിൽ വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ചു സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ വരും, ലൈറ്റ് കത്തുന്ന ഷൂ, സ്കേറ്റിംഗ് ബോർഡ്, അതായത് ഒരു സബ്വേ സർഫസ് ആയി സഞ്ചരിക്കുന്ന റിയൽ ലൈഫ് സബ്വേ സർഫസ് ആയി അച്ചുട്ടാ. അതായത് സബ്വേ സർഫസ് ആ കുട്ടിക്കൊരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അതേപോലെ തന്നെ അച്ചു. അതുപോലെ ചീറ്റോസ് പൊട്ടിക്കുക, അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് ഉണ്ടോ നോക്കുക, അതുപോലെ അങ്ങനത്തെ എല്ലാവിധ ഹൈ ലെവൽ ഏർപ്പാടുകളും അച്ചുവിൻ്റെ കയ്യിൽ. ഒരു റിച്ച് കിഡായിരുന്നു അച്ചു നമ്മളെ കൂട്ടത്തിൽ. അപ്പം ഞാൻ എപ്പോഴും കളിപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കഴിച്ചില്ലും, അച്ചു എന്താ വർത്താനം. അപ്പം അച്ചു പറഞ്ഞാൽ അന്ന് എന്നെ ചേർത്ത് പിടിച്ചൊരു കൂട്ടുകാരനുണ്ട്. എനിക്ക് ചീറ്റോസ് തരും, ചീറ്റോസിലുള്ള മുട്ടായി വേണമെങ്കിൽ മുട്ടായി തരും, സാധനം വേണമെങ്കിൽ അത് തരും, ഇത് തരും, എല്ലാം നല്ല ഗിവറായിരുന്നു അച്ചു അന്ന് മുതലേ. അപ്പം പിന്നീട് ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോകുന്നത്, ഞാൻ എൻ്റെ നഴ്സറി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ വീടൊക്കെ കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ വന്ന് നിൽക്കൽ തുടങ്ങി. ഉമ്മാൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയിന്, ടി വി ഒക്കെ അവിടെ ഉള്ളതിന്. അപ്പം അവിടെ പോകും, ക്രിക്കറ്റൊക്കെ കാണാനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിരുന്നത്. അങ്ങനെയാണ് എനിക്ക് അച്ഛനും ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് പരിചയം. അപ്പോൾ അച്ഛൻ്റെ ഉമ്മാൻ്റെ കുടുംബം കൂടെയാണ്. അങ്ങനെ പിന്നെ വളർന്ന് വലുതായപ്പോൾ ഞാൻ പിൽക്കാലത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. അച്ചുവിൻ്റെ വീടും കാര്യങ്ങളായിട്ട് മഞ്ചേരി ഭാഗത്താണ്, അച്ചു ആ ഭാഗത്തായി. അങ്ങനെ നമ്മൾ കുറച്ച് കാലത്തേക്ക് മീറ്റ് ചെയ്യാണ്ടും പരിപാടിയൊക്കെ ആയി. അങ്ങനെ പിന്നെ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അച്ചു മെസ്സേജ് അയച്ചു, എന്താണ് വിശേഷം, ഓർമ്മ ഉണ്ടോ? അപ്പോൾ ഞാൻ ഓർമ്മയുണ്ട്, ഹൗ ആർ യു ബ്രോ? ഐ എം ഗുഡ് ബ്രോ, ഐ എം എ സൈക്കിൾ നൗ, ഐ വിൽ സൈക്കിൾ ടു യുവർ ഹോം എന്ന് പറഞ്ഞു. അപ്പം എന്ത് പരിപാടിയാണ്, കമ്പനി ആകുമ്പോൾ തന്നെ സൈക്കിളോട്ടി വരാതെ. അപ്പം അച്ചു എന്നൊരു സൈക്ലിംഗ് ആളായി കേട്ടോ. സൈക്കിൾ ഓട്ടിയാണ്ട് മലകൾ കീഴടക്കുക, കുന്നുകൾ കീഴടക്കുന്നതിന് അച്ചുവിൻ്റെ ഒരു ഹോബി. അപ്പം അച്ചു പറഞ്ഞ സൈക്കിൾ ഓട്ടിൻ്റെ വീട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കിൾ ഓട്ടി വീട്ട് വരെ അത് ഇറക്കില്ലല്ലോ, എന്നാൽ സൈക്കിൾ ഓട്ടി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 9:30 മണിക്ക് ഞങ്ങളെ കൂറ്റമ്പാറ സാധാരണ റോട്ട് കൂടെ ഉണ്ട് മറ്റേ സ്പൈഡർമാൻ്റെ ഗ്ലാസും മറ്റേ വലിയൊരു ഗ്ലൗസും ഇതുവരെയുള്ളൊരു ഷർട്ടും ഇതൊക്കെ ആയിട്ട് അച്ചു ഇങ്ങനെ ഓട്ടി വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആൾ തിരക്കിലല്ല, മഞ്ചേരി നിന്നിട്ട് സൈക്കിൾ ഓട്ടി വന്നു. പിന്നെ ഓൺലി 1 hour ഇറ്റ് ടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ 1 മണിക്കൂർ കൊണ്ട് എത്തിയപ്പോൾ ഞാൻ കാർ പോകുമ്പോൾ അങ്ങനെ തന്നെ ആണല്ലോ, കാറും സൈക്കിളും തമ്മിൽ മാറ്റില്ലെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ വലിയ ചവിട്ടി തോന്നുന്നു മഞ്ചേരിയിൽ നിന്ന്. അങ്ങനെ അച്ചു രണ്ടാമതും വന്ന് ഞങ്ങളെ ബന്ധത്തിലേക്ക് ഇടിച്ച് കയറി. പിന്നെ സനുക്കാക്കാൻ്റെ കല്യാണമൊക്കെ നടക്കുന്ന ടൈമിൽ നമ്മളൊന്നും കൂടി കമ്പനിയാണ്, അതായത് നമ്മുടെ കുടുംബത്തിലെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ രണ്ടാമത് വന്ന് നമ്മളതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് അച്ചുവിനെ പരിചയം. പിന്നെ ഞാൻ എപ്പോഴും സങ്കടങ്ങളാണ് ഇനിയും അച്ചുവിനെയും വേർതിരിക്കാതെ കൂടി ചേർത്ത് നിർത്തുന്നത്. ഞാൻ സങ്കടം വരുമ്പോൾ ഞാൻ പറയുന്ന ആൾ അച്ചുവാണ്, അച്ചുവിന് സങ്കടം വരുമ്പോൾ അച്ചു പറയുന്ന ആൾ ഞാനാണ്. സങ്കടം വിളിക്കും, സങ്കടം ഉണ്ട്, ആയിക്കോട്ടെ ഞാൻ അവിടെ വന്ന് സങ്കടം കേൾക്കാം. അപ്പം ഞാൻ സങ്കടം ഒന്ന് വിളിക്കും, അപ്പോൾ പറയും സങ്കടം ഉണ്ട്, ഞാൻ ഇവിടെ വന്ന് കേൾക്കാം. അപ്പോൾ അങ്ങനെ സങ്കടങ്ങൾ കേട്ടാണ് ഞങ്ങളെ ബന്ധം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഫസ്റ്റ് കാണുന്ന എൻ്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒന്നാമതാണ് അച്ചു. അച്ചുവിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ മെല്ലെ നമ്മളെ സർക്കിളിലേക്ക് വന്ന് നമ്മളൊരു ട്രിപ്പൊക്കെ ഒപ്പം പോയി അങ്ങനെ സെറ്റായതാണ് അച്ചു.